പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ റോബ്ലക്സ് ആണ്. അപ്പോൾ റോബ്ലക്സിൽ നമ്മളൊരു സ്കൂൾ എസ്കേപ്പാണ് കളിക്കാൻ പോകുന്നത്. സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട്, അപ്പോൾ നമ്മളെ ലോങ് വീഡിയോ കുറേ കാലമായി ആദ്യം ഷോർട്സ് തന്നെ പെടലുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂൾ വിട്ടിട്ടുണ്ട്. സ്കൂൾ വിട്ടുകല്ല ഒരു ബ്രേക്കാണ്. നമ്മളിപ്പോൾ ബ്രേക്കിന് സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ ഈ ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വള്ളത്തിൽ കൂടെ തട്ടാതെ പോവാണ്. നമ്മളെ ഈ പബ്ലിക്കം വൈൽഡ് ബനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇതേനെ പോകാനാണ് പറഞ്ഞു നിൽക്കണേ. ഓ ഗായ്സ് ലാവ. ഗൈസ് നമ്മൾ ലാവ കേട്ടോ. നമ്മള് പതുക്കെയാണ് ഗൈസ്. അടിക്കിങ്ങനെ തട്ടിയ ലാവയാണ് ഗൈസ്. ഓ ഗൈസ് നമ്മളങ്ങനെ നമ്മളിപ്പോൾ അവിടെ കടന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗൈസ് ഇത് കുറച്ചിട്ട് നമ്മൾ അടിക്ക് എങ്ങനെ പോകണം. നമ്മൾ ചത്തു. പിന്നെ നമ്മൾ ആ ചെക്ക് പോയിന്റ് കിട്ടിയാൽ ഗൈസ് നമ്മൾ ലാവേക്ക് കൊണ്ടുണ്ട്. നമുക്ക് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ പിന്നെയും വരും. ഗൈസ് നമ്മൾ കുറച്ച് ഇതായിട്ട് വേണം. വീണേനെ അത്യാവശ്യം കുറച്ച് മൈൻഡ് വെച്ചിട്ട് വേണം ഇത് കളിക്കാൻ. എന്തെങ്കിലൊന്ന് വീണ് നമ്മൾ പോയി, അത്രേ ഉള്ളൂ. ഹൗ ഗൈസ് നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്കൊന്നും വേറെ ഇല്ല. ഓ ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുമ്പോൾ തട്ടാതെ ഗൈസ് നമ്മളിതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ ഗൈസ് ഗെയിമർ അല്ലേ. ഓ ഗൈസ് അങ്ങനെ നമ്മൾ ഇതിന് മേലെ എത്തിയിട്ടുണ്ട്. ഓ ഗൈസ് ഇതൊരു ആസിഡാന്ന് കേട്ടോ തോന്നുന്നത്. ഓ ഗൈസ് നമ്മൾ ഈ കമ്പി കൂടെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോണേ. ഓ ഗൈസ് അയ്യോ ഗൈസ് സ്ക്രീൻ എന്തോ ആയി. അല്ല ആസിഡാണ്. ഓ ഗൈസ് നമ്മളത് എങ്ങനെയൊക്കെ പാടാൻ വന്നിട്ടുണ്ട്. അയ്യോ എന്നമേ 1 2 ഇതൊന്ന് അപ്പോൾ ഗൈസ് ഇത് പോയിട്ടുണ്ട്. അടുത്തും വന്നിട്ട് ഇതെന്തായാലും നമ്മൾ ചാവും. ഇതൊരു ആസിഡ് പോലത്തെ സാധനമാണ്. ഈ ഗൈസ് നമുക്ക് അടുത്ത ചെക്ക് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലൊക്കെ ഫ്രീ ഫയറിൻ്റെ മെസ്സേജുകളാണ്. ഫ്രീ ഫയറിൻ്റെ ഒരു ലോങ് വീഡിയോ ഒരു ബിആറിൻ്റെ നമ്മളൊന്ന് വിടുന്നുണ്ട്. ഗൈസ് ഇതെന്താണ്? ജിം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ട് ജിം ക്ലാസ്സൊക്കെയാണ്. നമ്മൾ ജിം ക്ലാസ്സിലെ കോച്ച് സാറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. തോൽക്കരുത് എന്നൊക്കെയാണ് നമുക്ക് കുറേ വന്നിരിക്കുന്നത്. ഓ ഗൈസ് ഇതാണ് നമുക്ക് തന്ന ഇത് മൊത്തം കടന്നാലാണ് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിത് പോവാണ്. ചെക്ക് പോയിന്റ് കിട്ടി. കുറച്ച് പ്ലെയറാണ്, പ്രശ്നമല്ല. നമുക്കൊക്കെ അത് സിമ്പിളാണ്. ഈ കമ്പനിയുടെ മേലെ കൂടെ നമ്മളിപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ അത് ജയിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കോണി ഇറങ്ങി അപ്പുറത്തേക്ക് ചാടി ഇതും കോണി ഇറങ്ങി. ഗായ്സ് നമുക്കിപ്പോൾ ഈ സിമ്പിളാണല്ലോ ഗായ്സ്. ഇതിൽ ഈസി ആടുന്നില്ല, ഇത് ആകെ തന്നെ ഉള്ളൂ. 1 2 ഇതെന്താ അപ്പോൾ ഇതുമ്മ തട്ടിയ പ്രശ്നമുണ്ടോ? ഇതുമ്മൊക്കെ തട്ടിയാൽ പ്രശ്നമല്ലേ? പക്ഷേ തട്ടരുത്. ഇതെന്താ ഫുട്ബോളോ ഗ്രൗണ്ടോ ടർഫോ? ഇത് ജിം ക്ലാസ്സിലെ കോച്ചാണല്ലോ. ഫുട്ബോളാ ഗീസ്. അങ്ങനെ ഫുട്ബോൾ എന്തോ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ PT പീരീഡാന്ന് തോന്നുന്നു. എന്താ ഫുട്ബോളിന് ഇതാക്കിയാടല്ലേ ഗീസ്? എന്താണ് റോബ്ലോക്സിന് ഓരോ മണ്ടത്തരങ്ങൾ പോലെ ഉണ്ട്. അപ്പോൾ അതെന്താ പറയുക ഇങ്ങനെ എല്ലാവരും വരുവരിക്കണേ. അതോ അയ്യോ അല്ലോ അതെന്താ ഓടി വരുന്നു? ഓടിക്കോ ചാടിക്കോ ഓടിക്കോ. പിന്നാലെ എല്ലാവരും ഇവിടെ വരുന്നു. ഇതെന്താ ഒന്ന് റാലി വരെ നടക്കണ്ടോ ഗൈസ്? എല്ലാവരും ഓടി വരുന്നുണ്ട്. പോയി ഗൈസ് എല്ലാവരും. പോവാണ് ഗൈസ്. നമ്മൾ അടുത്തൊരു ചെക്ക് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ നിസ്സാരം. ഓ ഗൈസ് നമ്മൾ സ്കില്ലാണ്. ഓ സ്കില്ലൊക്കെ പോയിരുന്നു ഗൈസ്. ഗൈസ് ഇതൊക്കെ കണ്ടു ലേസിയുടെ പേര് ഗൈസ്. ഒരു പെൺകുട്ടിയാണ് നമ്മൾ മുമ്പ് കൂടെ പോണേ. അപ്പോൾ വീണായിരുന്നു. അത് ഓ ഗൈസ് നമ്മളങ്ങനെ ജസ്റ്റ് നിന്ന് നമ്മൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ കളിക്കുകയാണ്. അതൊന്നുമല്ല ചെക്ക് പോയിന്റ് അടിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരിക. ഓ റീസ്റ്റാർട്ട്. ഓ ചെക്ക് പോയിന്റ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെ തീർന്നില്ലേ ഗൈസ്. നമ്മൾ ഇരുന്നിപ്പോൾ എന്നെ കാത്തുക നല്ല കല്ലല്ല ആണോ ഗൈസ്? എന്താണാവോ ഗൈസ്? ഓ തഹൽ ഗൈസ് ഇത് നമ്മൾ മറ്റേ ഇതൊക്കെ പിടിക്കുന്ന സാധനമല്ലേ? എന്തായിരുന്നു? ഗൈസ് ഇവിടെ ഒരാൾ ചത്തു. ഇതാ മറ്റേ എലീനെ പിടിക്കാവൂ. നമ്മളും ചത്തു ഗൈസ്. ഒരു വൈബാണ്. ഇതാ മറ്റേ മറ്റേ എലീനെ കൊല്ലണ സാധനമല്ല അതാണ് അത് തന്നെയാണ്. എലീനെ എന്തോ കൊല്ലണ സാധനമാണ്. ഗൈസ് അടുത്ത നമ്മളെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ധ്യാന പോകാനാണ് പറഞ്ഞിരിക്കണേ. ഇതൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. ഇതോ അയ്യോ ഗൈസ് അതിനുള്ള മറ്റേ മാക്സാറ്. എൻ്റെ അമ്മേ അത് എന്തൊരു ഇതായിരുന്നില്ലേ ഇതിനുള്ളിൽ. അയ്യോ ഗ്ലാസ് ആണല്ലോ. ഗ്ലാസ് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്? ഓ ഗായ്സ് നമ്മുടെ സയൻസോ മാത്സോ ആണെന്തോ ഒരു ഇതാണ്. സയൻസോ മാത്സോ തോന്നുന്നു. അപ്പോൾ ഗൈസ് അതിൻ്റെ ക്ലാസ്സാണ്. നമുക്കിപ്പോൾ ഇതാ ഒരു ലിക്വിഡൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള നമ്മളെന്നല്ല നമ്മളെ സാറിൻ്റെ കയ്യിലുള്ളത്. എന്താ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് എന്തോന്ന് കാട്ടുന്നുണ്ട്. ഇതാ കണ്ടോ ഗൈസ്. അപ്പോൾ അടിയത്തെ ലിക്വിഡ് അങ്ങനെ പോയി ഒരു ഗ്ലാസ്സിനുള്ളിൽ കൂടെ പോയിട്ട് അടിയാണ് പോകണം. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ ഇക്വേഷൻസൊക്കെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഒരു ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു സർക്കിൾ കറങ്ങണ പോലത്തെ നിൽക്കണ്ടില്ല നിങ്ങൾ. അത് എന്താണ് ഗൈസ്? നമുക്കത് ഗൈസ് നമുക്കിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. കാൻഡി ലാൻഡ്. കാൻഡി ലാൻഡാണ് ഇപ്പോൾ നമുക്ക് നിൽക്കണേ. ഗൈസ് ഇതൊരു മുട്ടായിൻ്റെ ഒരു സ്ഥലം കേട്ടോ. മുട്ടായികളും അങ്ങനെയുള്ള എല്ലാ ക്യാൻഡീസും ഉണ്ട്. സ്ട്രോബെറി ആണ്, കേക്ക്, മുട്ടായിസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഡോണറ്റും ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇതൊക്കെ ചോക്ലേറ്റാണ് തോന്നുന്നു ഗൈസ്. ക്യാൻറ്റീൻ അല്ലേ പിന്നെ എന്താ ഉണ്ടാവുമല്ലേ? ഇതാ മറ്റേ 5 റുപ്യ 10 റുപ്യ കിട്ടുന്ന സാധനമാണ് നമ്മളവിടുത്തെ. നമ്മളിത് കടന്നു. അടുത്തതും നമ്മൾ സുഖം കടന്നു. ബ്ലൂ. ഗൈസ് ഇത് കടന്നു. ഗൈസ് ഇത് 3 എണ്ണം ഉണ്ട് ഗൈസ് ഇതിലിപ്പോൾ. ഗൈസ് മഞ്ഞല്ലേ? മഞ്ഞ ഫേക്കാ? ഗൈസ് ഇത് ഫേക്ക് റിയൽ ആ സാധനമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പച്ചയായിരിക്കും. പച്ച ഗൈസ് പച്ചയല്ല. അപ്പം എന്തായാലും ചോപ്പാണ് ഗൈസ്. അപ്പം ചോപ്പാണ്. അപ്പം നമ്മൾ ചോപ്പ് കൂടെ പോവാണ് ഗൈസ്. ഗൈസ് അവള് പോയോണ്ട് നമുക്ക് പർപ്പിളാന്ന് മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മൾ മാഷ്മെല്ലോൻ്റെ ഉള്ളിൽ കൂടെയാണ് മേലക്കൂടെയാണ് പോണേ. അപ്പോൾ നമ്മളിതാ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാൻഡി ലാൻഡിൽ പോയി. സാർ മാക്സ് സാർ. അയ്യോ ഗൈസ് നമ്മൾ മാക്സ് സാറിൻ്റെ മുമ്പിൽ വിട്ടു. നമ്മൾ ക്യാൻഡി ലാൻഡിൽ മുമ്പ് അവിടുന്ന് ക്യാൻഡി ലാൻഡിൽ വന്ന പാടം നമ്മൾ മാക്സ് സാറിൻ്റെ മുമ്പിലാണ് വിട്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിപ്പോൾ എസ്കേപ്പ് ആവാനൊക്കെ വന്നത് അയാൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പിടിച്ചു ഗൈസ്. നമ്മൾ എന്താ കാട്ടുക ഗൈസ്? ഇനി എന്താണാവോ? ഗൈസ് നമ്മളിപ്പോൾ ക്ലാസ്സിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറ് കടന്നുറങ്ങുകയാണ്. നമ്മളിവിടെ ആക്കിയിട്ട് സാറ് ഉറങ്ങുകയാണ്. പക്ഷെ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കണമൊക്കെ ഗൈസ് ഫുൾ ലേസർ സെറ്റിങ്സ്. ഫുൾ ലേസറൊക്കെ വച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഗൈസ് നമ്മളതിൽ ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ പിടിച്ച് കയറി. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ പോയപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഈ മേലെ ഉണ്ടാവണതാണ്. ഈ സ്കൂളുകൾ മേലെ ഉണ്ടാവുന്നതാണ്. ചില സ്കൂളുകൾ ഉണ്ടാവുന്നതാണ്. മിനിറ്റ് അടിയിൽ അയ്യോ ലേസ് മറ്റേ സാധനമാണ് ആ കത്തി. അപ്പം നമുക്ക് വഴി മാറിയിട്ടുണ്ടാവും. നമ്മൾ ഇതേനെ വന്നിട്ട് ഇതേനല്ല പോകേണ്ടത് ഗൈസ്. ഇതേനെയാണ് കളിക്കണവർ ശ്രദ്ധിക്കുക. അപ്പം അടുത്തൊരു വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതിനുള്ളിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല ഗൈസ്. ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ
ഗോ നമ്മൾക്ക് കാടുണ്ടെങ്കിൽ നമ്മളത് എല്ലാ ലേസേഴ്സും പോയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്ക് നമ്മളെ സാർ ഉറങ്ങുകയാണല്ലോ, അപ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവുകയാണ്. ഓ ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ് കിട്ടി. ഇതെന്താ സുഖമാണല്ലോ. ഗൈസ് ആക്ടിവിറ്റി ലേസേഴ്സ്. ഓ നമ്മളെ പ്രിൻസിപ്പാളാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മളെ സാറിൻ്റെ കയ്യിൽ നിന്ന് പ്രിൻസിപ്പാളെ ഓഫീസാണ്. അതിൻ്റെ മുമ്പ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇതും കൂടെ എസ്കേപ്പ് ആയാലും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ റിയൽ ലൈഫിൽ ഒരു സ്കൂളിൽ ഉണ്ടാവുമോ അല്ലേ? ശരിക്കും അത് സ്കൂളിലൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പോസിബിളാണ്. ലേസറൊക്കെ വെച്ച് നമ്മൾ മരിക്കടക്കാൻ ചെയ്യും. ഗൈസ് ആ പ്രിൻസിപ്പാളെ തന്നെ പച്ച ചുവപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. പ്രിൻസിപ്പാളെ വിചാരിച്ച് നമുക്കിത് പോകണമെന്നാണ് ആഗ്രഹം എന്നാ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഫസ്റ്റ് ചാടി. ഈ ഗൈസ് നമ്മൾ ചാടുമ്പോൾ ലേസർ തട്ടുണ്ട്. ആ ഷൂസിൻ്റെ ഭാഗം തട്ടുണ്ട്. നമ്മളത് അത്രയും പ്രൊഫഷണലായ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ നടു കൂടെ പോയേക്കാം. അപ്പോൾ ഗൈസ് സെക്കൻഡ് നമ്മൾ ജയിക്കാരാവാറായിട്ട്. ഗൈസ് നമ്മൾ ജയിച്ചു. മക നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, ഒരുപാട് പ്രശ്നമുണ്ട് നമുക്ക്. ഒത്തഹേൽ ഗൈസ് നമ്മളിതാ പുറത്തേക്ക് തരായിട്ടുണ്ട് ഗൈസ്. മക ഗൈസ് പുറത്തേക്ക് തരായിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ പ്ലേ ഗ്രൗണ്ടാണ്. പക്ഷെ പ്ലേ ഗ്രൗണ്ടിൽ ഒരു വ്യത്യാസമുണ്ട്. അടിയിൽ മണ്ണല്ല, ലേസറുകളാണ്. ലേസർ എന്ന് പറയുന്നത് ലാവയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതന്നെ എങ്ങനെയൊക്കെ പാടെ കുറച്ച് റിസ്കി ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒത്തഹേൽ മാൻ. ഗൈസ് നമ്മൾ അത് കടന്നു. നമ്മൾ അടുത്തതും ഇവിടെ ഗൈസ് ഇത് കടന്നു ഗൈസ്. ഇതൊക്കെ നമുക്ക് സർവ സിമ്പിളാണ്. വേറെ സിമ്പിൾ. കോണി ഒരു അപ്പുറത്തേക്ക് ചാടി നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ചാടാൻ പറ്റില്ല. മക ഗൈസ് വെള്ളം മറ്റേ വഴിക്ക് വെക്കുന്നൊക്കെയാണ് പറയണേ. പക്ഷെ ഇതിൽ വഴിക്ക് വെക്കുകയല്ല, ഇതിൽ നമ്മൾ മരിക്കുകയാണ് ചെയ്യുക. പിന്നീട് തട്ടി വളരെ തട്ടി ഒരു വട്ടം തട്ടിയ പ്രശ്നമല്ല, ചെറുതായിട്ട് തുമ്പിട്ട പ്രശ്നമല്ല, വെള്ളമല്ലേ. പക്ഷെ ഫുള്ളായിട്ട് കുറച്ചൊക്കെ തട്ടിയാൽ നമ്മൾ വികും. അങ്ങനൊരു ബബിള് പോലത്തെ സാധനം നമുക്ക് അവിടെ കാണാൻ പറ്റും. ബബിൾ കുറച്ചൊക്കെ തട്ടാൻ പറ്റും. കുറച്ച് വളരെ ഗൈസ് നമ്മൾ ഒരു വട്ടം തട്ടാൻ പാടില്ല കേട്ടോ. 2 വട്ടം തട്ടിയാൽ നമ്മൾ മരിക്കും. മരിക്കുക എന്നിട്ട് ഗൈസ് നമ്മൾ വെറുതെ പറയാണ്. ഗൈസ് നമ്മൾ 2 വട്ടം തട്ടി എന്നിട്ട് നമ്മൾ മരിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഡെത്താവും. നല്ല റിസ്ക് ആട്ടോ ഇത്. ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. ടഫാണ് ഗൈസ്. ഗൈസ് ഒരു തുമ്പ് തട്ടി ഗൈസ്. ഭയങ്കര ടഫാണ് ഇത്. നമുക്കൊന്നും കളിക്കാൻ പോലും അല്ല ഗൈസ്. നല്ല ടഫാണ്. നമ്മൾ ലാവി എന്തെങ്കിലും കടന്ന പോലെ ഇല്ല. അത് അത്യാവശ്യം കുറച്ച് ടഫ് ഉണ്ട്. ഈ സൈഡിൽ ടൈമർ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ 3 മിനിറ്റ് ഒന്നും ആയിട്ടില്ല സത്യം പറഞ്ഞ. ഇത് ഓൾറെഡി 3-2 മിനിറ്റിൽ നിന്ന് ഈ ഗെയിം സ്റ്റാർട്ടാവുകയാണ്. അങ്ങനെയാണ് 0-0 എന്നാവുകയാണെങ്കിൽ നമുക്കൊക്കെ ഫസ്റ്റ് അടിക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ വള്ളത്തിൻ്റെ എന്താണ് ആവുക നമുക്ക് പറ്റുന്നില്ല. ഇനി നമുക്ക് ചാടാൻ പറ്റുമോ? കുറച്ചൊക്കെ ചാടിയിട്ട് ഇങ്ങനെ നമ്മൾ ജയിക്കാരായി. ഗായ്സ് അയ്യോ എന്താ ഗായ്സ് നമുക്ക് ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അടിയിൽ എന്തൊക്കെയോ ഒരു വാട്ടർ ലിക്വിഡ് ഉണ്ട്. നമ്മൾ സ്കെയിലിൻ്റെ മേലെ കൂടെയാണ് പോണത്. 12 വരെ ഉള്ളൂ, നമുക്ക് 10ആണ്. വലുതുകളിൽ 30 ഉണ്ടാവും, 20 ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ട്. ഒരു ചുവപ്പുള്ള സാധനം ഉണ്ട്. ഗൈസ് അതിലുറന്നു. ഗൈസ് അടുത്തതും ലാവ. ഈ സ്കൂളിൽ മിക്കതും ലാവയുണ്ടോ?
ഇത് മറ്റേ ഈ ബുക്കൊക്കെ വെക്കണ സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തും കടന്നു. ഇനി നമ്മൾ അടുത്ത ചെക്ക് പോയിന്റും കിട്ടി. പക്ഷേ ഈ വാതിൽ തുറക്കണല്ലോ. ഈ വാതിലും തുറക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിനുള്ളിലില്ല. ഇപ്പൊ ഇതിലെവിടെ വാതിലെവിടെ ഗൈസ്? ഇതിനപ്പുറത്തുണ്ടോ സീക്രട്ട്? അപ്പൊ ഗൈസ് ഇതിനപ്പുറത്തും ഇല്ല. അപ്പോ ഗൈസ് നമുക്ക് ഭയങ്കര ടഫാണ്. അപ്പോൾ ഗൈസ് ഭയങ്കര ടഫാണ് ഇപ്പോൾ ഇത്. ഗൈസ് കുറേ നേരമായപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് പോസ് ചെയ്തൊക്കെയായിരുന്നു. ഗൈസ് ഇതിപ്പോൾ അങ്ങനെ അപ്പം അതെങ്ങനെയൊക്കെ പാടെ എക്സ്കേപ്പ് ആയി. ഗൈസ് അപ്പം അത് നല്ല കാറ്റ് ഇങ്ങോട്ട് അടിക്കുകയാണ്. ഗൈസ് കാണുമ്പോൾ അത് കടന്നു. അയ്യോ അപ്പോൾ ഗൈസ് ലേക്സർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. 1 2 3 അയ്യോ നമ്മൾ കുറച്ച് ധൃതിയായി പോയി. കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ഇത് ജയിച്ചേ പറ്റുമെന്നായിക്കോണു. ലേസർ അവിടെ പോയിട്ടേ വരുള്ളൂ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ പോയിട്ട് ചാടിയാൽ മതി. അയ്യോ ഗൈസ് ഇവിടെ എന്താണ് ലൈഫ് ജാക്കറ്റും ഉണ്ട്. പിന്നെ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ഗൈസ് സ്വിമ്മിംഗ് പൂൾ അങ്ങോട്ട് ചാടാൻ പറയുകയാണ്. നമുക്ക് നീന്തൊക്കെ അറിയാണോണ്ട് പ്രശ്നമില്ല. 1 ഗായ്സ് ചെക്ക നീന്തൽ നോക്ക്. നൈസ്. ഇത് ഭയങ്കര രസമുണ്ട്. വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ കളറ് കാണാനില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പോകണം. നമുക്ക് ഇങ്ങനെ കൈ വിട്ടാൽ മേലെ പോവും. നമ്മൾ മിക്ക നല്ല രീതിക്ക് എസ്കേപ്പ് ആവാം. നമുക്ക് ഇപ്പോഴത്തെ എസ്കേപ്പ് ആകും കഴിച്ചു. നമുക്ക് എസ്കേപ്പ് ആവണം. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ടഫാണ്. നമുക്ക് ഈ സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു എസ്കേപ്പ് ആവണം എന്നാണ് നമുക്കൊരു ആഗ്രഹം. ഗായ്സ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ മേലൊക്കെ എത്തിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ ഗൈസ് നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ അവിടെ നിന്നിട്ട് നമ്മൾ മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ഇതിനുള്ളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതെന്താ ചെക്ക് പോയിന്റ്? ഇതെന്താ ഇത്? നമ്മൾ ചാടി പോണെന്ന് പറഞ്ഞത് വെള്ളത്ത് തട്ടി നമ്മൾ പോയി. ഗൈസ് ഇനി എന്താണ്? ഗൈസ് ഇനിയിപ്പോൾ ഒന്നുമില്ല. നമ്മൾ ബോയ്സിൻ്റെ പോവാണ്. നമ്മൾ ബോയ്സിൻ്റെ ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്. ബോയ്സിൻ്റെ ബാത്റൂമിൽ വലിയൊരു കുളമുണ്ട്. കുളവ് എന്ന് പറഞ്ഞാൽ വലിയ കുളമാണ്. പക്ഷേ അത് നമുക്ക് തല പോയി, ബാക്കിയൊന്നും പോയിട്ടില്ല. അപ്പം ഇനി നമുക്ക് എന്താ ട്രിക്ക്? എന്ത് ട്രിക്കല്ലേ? നമുക്ക് ഇനിയിപ്പോൾ മറ്റേ കൂടെ ചാടി പോകേണ്ടി വരും. ഒന്ന് കുറേ ടൈമായി ഗൈസ് നമ്മളിത് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും നമുക്ക് എപ്പോൾ ഒന്ന് പെട്ടെന്ന് പെരേക്ക് പോകണം എന്നാണ് നമ്മളെ ഈ ഗെയിമത്തെ ആൾക്ക്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇത് വരും. റോബ്ലക്സ് കളിക്കാൻ കയറ്റണവർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, നമുക്കൊപ്പം കളിക്കാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം റോബ്ലക്സ് കളിക്കാം. നമുക്കൊരു വൈബാണ് ഗൈസ്. നിങ്ങളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഗൈസ് എല്ലാവരും പേരൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ട് നമുക്ക് കളിക്കൊക്കെ ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മളിതിൻ്റെ അടിഗതിയിലുണ്ട്. അപ്പുറത്ത് കൂടെ പോവുകയാണെങ്കിൽ വലിയ രീതിക്ക് സാധനങ്ങളുണ്ട് തോന്നുന്നു. അപ്പുറത്ത് കൂടെ പോവാണ്. ഇത് കുറേ വഴികളാണ്. അപ്പോൾ ശരിക്കും പോലത്തെ വഴി ഏതാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഗൈസ് ഈ വഴി തീർന്നു. അപ്പോൾ ഇതല്ല ശരിക്കും പോലത്തെ വഴി. ഇപ്പോൾ അപ്പുറത്ത് കൂടെയാണ് ഈ വഴി എന്ന് തോന്നുന്നു. ഗൈസ് കാണുന്നവർ പ്രത്യേകിച്ച് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് പറയണ ഗെയിം, അടുത്ത നിങ്ങൾ ഏത് ഗെയിം പറയണോ ആ ഗെയിം മൊത്തം മുഴുവൻ നമ്മൾ കളിക്കും. കളിച്ച് കഴിക്കുക അങ്ങനെ എന്തൊക്കെയോ ഗൈസ് ചൊല്ലുണ്ട്. എന്താണ് കഴിച്ചു എന്നാണ് എന്തൊക്കെയോ ചൊല്ലുണ്ട് ഗൈസ്.
നമുക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ ചൊല്ലൊക്കെ ഉണ്ട്, നമുക്കൊന്നും പണ്ട് നമുക്കറിയില്ല. നിങ്ങൾക്ക് നമുക്ക് കളിക്കാം. നമുക്ക് ഫ്രീ ഫയർ പറഞ്ഞാൽ UID അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്തവരൊപ്പം നമുക്ക് കളിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇതല്ല വഴി. നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് എല്ലാവരൊപ്പം കളിയൊക്കെ ചെയ്യാം. നമുക്കൊരു BRCS നമ്മൾ ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ കാലമായി ആലോചിക്കുന്നുണ്ട് ഒരു ഗിൽഡൊക്കെ തുടങ്ങണം ആവണമെന്ന് കുറേ ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ വേറെ ഗിൽഡിലായിരുന്നു. കുറേ നമ്മളൊരു ഒറ്റക്കൊരു ഗിൽഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സും പിന്നെ ഫ്രണ്ട്സ് എന്നല്ല ഞങ്ങളൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഞാനും ആയിട്ടൊരു ഗിൽഡ് തുടങ്ങണമെന്ന് കുറേ കാലമായി നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് ഇപ്പോൾ നമ്മളൊരു തുടങ്ങിയിട്ടുണ്ട്. ബുച്ചേഴ്സ് എന്നാണ് നമ്മുടെ ഗിൽഡിൻ്റെ പേര്. അപ്പോൾ ഗിൽഡിൽ ഇപ്പോൾ ലെവൽ എത്ര ആയിട്ടുള്ളൂ, നമ്മളിപ്പോൾ ആക്റ്റീവ് ഒന്നും ആവലില്ല. അപ്പോൾ നമ്മൾ അടുത്ത പെനാലിലൂടെ കൂടെ പോയി നമ്മൾ അടുത്ത ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഗൈസ് make sure to like and favorite for new stages and guys നമ്മൾ ജയിച്ചോ ഗൈസ്? ഓ ഗൈസ് നമ്മൾ ജയിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്, ജയിച്ചു എന്നാണ് തോന്നണേ. നോക്കട്ടെ ഗൈസ്, നമ്മൾ നേരം പോലെ നോക്കി നോക്കട്ടെ ഗൈസിനുള്ളിൽ കൂടെ പോയിട്ട്. അപ്പോൾ ഇത് നമ്മളെ പറ്റിക്കണ പരിപാടിയാണോ? ഇതിപ്പോൾ ഞാൻ കളിച്ച് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അത് കൂടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അല്ല ഗൈസ്, നമ്മൾ ജയിച്ചിക്കല്ല, നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴി നമുക്ക് ഇങ്ങനെ എത്തി. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ തുറക്കാൻ പറ്റുമോ? അപ്പോൾ ഗൈസ് ഇതെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ലാഗ് വർഷനാണെന്നാ തോന്നുന്നു കേട്ടോ. ഇല്ല ഗൈസ്, ഇനി അങ്ങോട്ടില്ല. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ വേറെ എന്തൊക്കെയാണ്. ഇപ്പം ഇതെന്താ ന്യൂസ് അപ്പോൾ ഗൈസ് നമ്മളെ കളി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടിയും കളിപ്പിക്കുകയാണ്. അപ്പോൾ എന്നാൽ അടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് വരുന്ന പോലെ ടാറ്റ ബൈ ബൈ.